ഇന്ന് കേരളത്തിൽ 62 ലക്ഷം കുടുംബങ്ങൾക്ക് കേരളം ക്ഷേമ പെൻഷൻ കൊടുക്കുകയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയേറെ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. ആ ക്ഷേമ പെൻഷന്റെ കൂടി വെളിച്ചത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി മാറ്റി വന്നത്, അല്ലേ? മാസം 2000 രൂപ ഒരു വീട്ടിൽ. ആ 2000 തന്നെ എങ്ങനെ വർദ്ധിച്ചു വന്നു? കോൺഗ്രസ് UDF ഗവൺമെന്റിന്റെ കാലത്ത് എപ്പോഴെങ്കിലും ഒരു 10 പൈസ കൂട്ടിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ 2000 രൂപ കൂട്ടിയപ്പോ കോൺഗ്രസ്സുകാർ പതുക്കെ ആളുകളെ സമീപിച്ചിട്ട് 2000 കൂട്ടിയുള്ളൂ. കേട്ടാ തോന്നും ഇവരുള്ള കാലത്ത് 4000 ആയിരുന്നു, ഇപ്പൊ നമ്മളിത് 2000 ആയിട്ട് കുറച്ചതാണ് എന്ന്. എന്തൊരു വഞ്ചനയുടെ രാഷ്ട്രീയ, എന്തൊരു നുണപ്രചരണമാണ് നടത്തുന്നത്. ഈ കൂട്ടിയതിൽ ഒരു 10 രൂപ പോലും കോൺഗ്രസ്സുകാരുടെ കാലത്ത് കൂട്ടിയിട്ടില്ല. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോ 2016 ഈ പെൻഷൻ 600-ൽ നിന്ന് 1200 ആക്കിയിട്ട് മാറ്റി. ആ 1200-നെ ആ ഗവൺമെന്റ് 1600 ആക്കിയിട്ട് മാറ്റി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആ 1600 ഇപ്പോ 2000 ആയിട്ട് മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്ഷേമ പെൻഷൻ എന്നുള്ളത്. എല്ലാ വീട്ടിലും എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ 2000 രൂപ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കാം, അല്ലേ? മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് വാങ്ങുകയൊക്കെ ചെയ്യാം. ചില വീടുകളിൽ 2-3 പെൻഷനൊക്കെ ഉള്ള വീടുണ്ട്. ചില ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ അതിന്റെ പെൻഷനുണ്ട്, വിധവാ പെൻഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പെൻഷനുണ്ട്, 60 വയസ്സുള്ള ഒരാളുണ്ടെങ്കിൽ അതിന്റെ 60 വയസ്സിന് മേലെ ആ പെൻഷനുണ്ട്, അതൊക്കെയുണ്ട്. അതുകൊണ്ട് ഒരുമാതിരി ഭംഗിയായിട്ട് ജീവിക്കുന്നു. എന്നാൽ വലിയ ഏറിമാറിയ ജീവിതമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കേരളം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നം കണ്ടറിഞ്ഞ് അവരുടെ പ്രശ്നം പരിഹരിച്ച് മുന്നേറുന്നതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷം ചെയ്യുന്ന കാര്യമാണ് ഈ ക്ഷേമ പെൻഷൻ പദ്ധതി. അതിനിപ്പോ കണ്ണേടിയുണ്ട്. ഇതെല്ലാം ഫ്രീ ബീസ് ആണ്, ഒന്നും വെറുതെ കൊടുക്കരുതെന്ന് പണ്ട് കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചിലര്. പക്ഷെ അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഈ പെൻഷൻ പദ്ധതി അവർക്ക് ആവശ്യമുള്ളിടത്തോളം കാലം തുടരുക തന്നെ ചെയ്യും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പറഞ്ഞത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിരുന്നു വീട്ടമ്മമാർക്ക് ഒരു സഹായം ചെയ്യും, പെൻഷൻ കൊടുക്കും. അപ്പൊ നമ്മൾ പരിശോധിച്ചു. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ശല്യത്തിനിടയിലാണെന്ന് ഓർക്കണം. കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ നികുതി വിഹിതമൊക്കെ പിടിച്ചു വെക്കുക. ഒരു 3-4 മാസം പെൻഷൻ കുടിശ്ശികയായി പോയിരുന്നല്ലോ കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത്. അപ്പൊ ചിലർ പറഞ്ഞു, അയ്യോ പെൻഷൻ കിട്ടുന്നില്ല. നമ്മളെ കാണുമ്പോൾ എല്ലാവരും ഒരേ പരാതിയാണ്, പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. അപ്പൊ എന്താ കാര്യം? നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഭരിക്കാൻ കിട്ടേണ്ടുന്ന പണമുണ്ട്, അത് കേന്ദ്രം തരുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ കുടിശ്ശികയായി പോയി അവർക്ക് തരുന്നില്ല എന്ന് പറയുമ്പം ചിലർ ചോദിച്ചപ്പോ കേന്ദ്ര പെൻഷൻ തരുന്നത് കേന്ദ്രമല്ല, സംസ്ഥാനങ്ങളുടെ ഭരണം എങ്ങനെയാ? ഇവിടെ നിന്ന് നികുതി പണം കേന്ദ്രത്തിലേക്ക് പോകും. ഫെഡറൽ ഭരണഘടന എന്ന് വെച്ചാൽ അങ്ങനെയാ. ഇവിടെ ഇവിടെ ചെലവഴിക്കാൻ നമുക്ക് പറ്റില്ല. അത് കേന്ദ്രത്തിലേക്ക് ചെന്നാൽ ധാർമ്മികമായി അങ്ങോട്ട് പോയതിന്റെ 70% ഇങ്ങോട്ട് തരണം, ചുരുങ്ങിയത്. പക്ഷെ 70 പോയിട്ട് 50% തരുന്നില്ല. 30% എന്ന് പറഞ്ഞ് ഇപ്പൊ 25% താഴെയാണ് ടാക്സ് ഷെയർ തരുന്നത്. പദ്ധതി വിഹിതത്തിലാണെങ്കിൽ 100 രൂപ അങ്ങോട്ട് കൊടുക്കുന്ന നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് 10-60 രൂപയാണ്. എന്നാൽ ഉത്തർപ്രദേശിന് 100 രൂപ അങ്ങോട്ട് കൊടുത്താൽ അവര് 500 രൂപ തിരിച്ചു കൊടുക്കും. വലിയ തോതിലാണ് UPക്കും ബീഹാറിനൊക്കെ പണം കൊടുത്തത്. എന്നിട്ടോ ആ പണം എല്ലാം കോൺഗ്രസും BJPയും ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചോ? എന്താ അവിടുത്തെ അവസ്ഥ? UPയിലും ബീഹാറിലും ഒഡീഷയിലും ഒക്കെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ബീഹാറിൽ അവിടെ പത്രപ്രവർത്തകർ മാതൃഭൂമിയുടെ 2 ചെറുപ്പക്കാര് ഒരു പ്രത്യേക പരിപാടി വെച്ചു. അവര് എൻ്റെ അടുത്ത് വന്നിരുന്നു, എൻ്റെ ഒരു ബൈറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചു എന്താ പരിപാടി? അപ്പൊ പറഞ്ഞു മോട്ടോർ സൈക്കിൾ ഡയറി എന്ന് പറയുമ്പോൾ സുന്ദരമായ പേരാ. ഞാൻ പറഞ്ഞു ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറി എന്ന് പറയും പോലെ വാട്ടർ സൈക്കിൾ ഡയറി, എന്താപ്പ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു ഞങ്ങൾ തെരഞ്ഞെടുപ്പുള്ള അടുത്തെല്ലാം പോകും, അവിടെ നിന്ന് അവിടുത്തെ അന്തരീക്ഷം എല്ലാം ഒപ്പിയെടുത്തിട്ട് നാട്ടുകാരെ കാണിക്കുമെന്നാണ്. അവർ ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോയ ചിത്രം എന്നെ കാണിച്ചു തന്നു. അവിടെ അവരൊരു ഗ്രാമം കാണാൻ പോയി. കേരളത്തിലെ പോലെ തൊട്ട് അടുത്തടുത്ത് വീടുകളൊന്നും ഇല്ല. വളരെ പ്രയാസകരമായ റോഡിലൂടെ ബൈക്കോടിച്ച് അവസാനം ഒരു ഗ്രാമം കണ്ടു. കുറെ ചെറിയ ടെന്റുകൾ കെട്ടിയ ആളുകൾ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നു, കുറെ കുടുംബങ്ങൾ. അവിടെ എത്തിയപ്പോ മൂക്കുമത്താതെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല.
അയ്യോ എന്തൊരു നാറ്റം, ഇതെന്താ ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, മനുഷ്യരല്ലേ, രാവിലെ എഴുന്നേറ്റാൽ ഞങ്ങൾക്ക് മലവിസർജനം ചെയ്യണ്ടേ, ഞങ്ങൾ ഇവിടെ അത് ചെയ്യുന്നു, അതിന്റെ നാറ്റാണ്. അപ്പൊ വിശാലമായ വയലും പാടവും ഒക്കെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കുറെ ദൂരെ പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അവിടെയൊന്നും പോയിക്കൂടാ, അതെല്ലാം ഇവിടുത്തെ ഭൂവുടമയുടേതാണ്, ഈ സ്ഥലം മാത്രമാണ് ഞങ്ങൾക്ക് കുടില് കെട്ടാൻ ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുള്ളത്, വർഷാവർഷങ്ങളായി ഇവിടെ ഞങ്ങൾ തലമുറയായി താമസിക്കുകയാണ്, അവിടെ ആ പറമ്പത്തെങ്ങാൻ പോയി ഇരുന്നാൽ ഞങ്ങളുടെ തലമണ്ടക്ക് നോക്കി വലിയ മുട്ട മടി കൊണ്ട് തല്ലാൻ ഗുണ്ടകളെ നിർത്തിയിട്ടുണ്ട്, അവർ തല്ലി ഓടിക്കും, പാതിരാത്രിക്ക് പോകാന്ന് വെച്ചാൽ പാതിരാത്രിക്കും ഗുണ്ടകളുടെ കാവലാണ്, അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല. ഇത്ര ദൈന്യത നിറഞ്ഞ ജീവിതമാണ് സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷത്തിന് ശേഷവും ഇന്ത്യയിൽ. കേരളത്തിൽ അതാണോ? എന്നിട്ടാണ് നരേന്ദ്രമോദി പറയുന്നത് ഔട്ടർ ഡെഫിക്കേഷൻ ഫ്രീ ആയി ഇന്ത്യ എന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് ആരും മലവിസർജനം ചെയ്യാത്ത രാജ്യമാണ് ഇന്ത്യ എന്നാണ്. എല്ലാവർക്കും കക്കൂസ എന്നാണ്. ഒരു കുഴിക്കക്കൂസ് അവിടെ കുത്തി കൊടുത്തിട്ടാ പറഞ്ഞെങ്കിൽ വിരോധമില്ല. കേരളം അങ്ങനെയല്ല. കേരളത്തിലെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശേഷിക്കുന്ന പ്രശ്നം പരിഹരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് 4 മിഷനുകൾ പ്രഖ്യാപിച്ചത്. ആ മിഷനുകൾ വഴിയാണ് കുറെ മാറ്റം ഉണ്ടായത്. ഇത്തവണ ഞാൻ കുടുംബത്തിലെ സ്ത്രീകളുടെ സുരക്ഷ പറഞ്ഞാണ് തുടങ്ങിയത്. സുരക്ഷ, സ്ത്രീ സുരക്ഷാ പെൻഷൻ അല്ലെ, 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ എവിടെയെങ്കിലും വീട്ടിൽ, ഇപ്പൊ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിലെ ആളുകളെയാണ് എടുത്തത്, പിങ്ക് കാർഡും മറ്റേ AAY കാർഡും. അതിൽപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾ അവർക്ക് മറ്റ് പെൻഷനൊന്നും കിട്ടുന്നില്ലെങ്കിൽ 1000 രൂപ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, വെറുതെ പറഞ്ഞതാണ്, കൊടുക്കില്ല എന്ന് പറഞ്ഞു. 18,000 സ്ത്രീകൾ അപേക്ഷിച്ചിരിക്കുന്നു, രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ പെൻഷൻ കൊടുത്തു തുടങ്ങും. അതിനുള്ള കാശ് ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ ബാലഗോപാൽ മിനിസ്റ്റർ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് മാറ്റിവെച്ചിരിക്കുന്നു. കേട്ടോ, മോശം കാര്യമാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തത്? നമ്മള് ചെറുപ്പക്കാർക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ്. എന്താ, നമ്മുടെ നാട്ടിൽ കുട്ടികളെല്ലാം പഠിക്കുന്നുണ്ട്, SSLC-യും ഡിഗ്രിയും ചിലപ്പോൾ അതിനേക്കാൾ ഉയർന്ന ബിരുദവും ഒക്കെ നേടി വരികയാണ്. ഈ വരുന്ന ചെറുപ്പക്കാർക്ക് ഒരു തൊഴിൽ കണ്ടെത്തണം. ആ തൊഴിൽ കണ്ടെത്താൻ ചിലപ്പോൾ ചിലർക്ക് ചില കോഴ്സുകളിലൊക്കെ ചേരണം, ചില പരിശീലന കോഴ്സിലൊക്കെ ചേരേണ്ടി വരും. PSC കോച്ചിങ്ങിനൊക്കെ ചിലർ പോവാറുണ്ട്, ഇടയ്ക്ക് കമ്പ്യൂട്ടർ കോഴ്സിനൊക്കെ പോവാറുണ്ട്. അങ്ങനെയുള്ള കോഴ്സിനെല്ലാം ചേരാൻ കഴിയാത്ത മക്കൾ, കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ അതിനൊന്നും പോകാൻ കഴിയുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഒരു വർഷക്കാലത്തേക്ക് അത്തരം കോഴ്സുകൾക്ക് പോകാൻ 1000 ഉറുപ്പിക വീതം ആ ചെറുപ്പക്കാർക്ക് പ്രതിമാസം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മള്. അതിനുള്ള തുകയും ഈ ബജറ്റിനകത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. അപേക്ഷിച്ച് തുടങ്ങി ചെറുപ്പക്കാർ, രജിസ്റ്റർ ചെയ്ത് തുടങ്ങി, അവർ അത് കൊടുക്കാനുള്ളതാണ്. ഏതെല്ലാം മാർഗത്തിലൂടെയാണ് നാം ദാരിദ്ര്യം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്? ഇത്തവണ അവതരിപ്പിച്ച ബജറ്റ് എന്തുകൊണ്ടും വളരെ മെച്ചപ്പെട്ട ഒന്നാണ്.